Marcos inequality. Let x be a real valued random variable and f be a non-negative valued function on R. Fix a greater than 0, then p of probability of f of x greater than or equal to a less than or equal to e in the expectation of f of x divided by a. അപ്പോൾ നമ്മളിവിടെ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ലെറ്റ് സൈ ബി ദ ഫംഗ്ഷൻ സൈ ഓഫ് ടി ഈക്വൽ ടു 1 ഇഫ് എഫ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, 0 ഇഫ് എഫ് ഓഫ് ടി ലെസ് ദാൻ എ. ഇത് സ്റ്റെപ്പ് ഫംഗ്ഷൻ പോലത്തെയാണ് കേട്ടോ. നമ്മളിവിടെ ഈ രണ്ട് സൈഡിലും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു സൈ ഓഫ് ടിക്ക് വരെ നമ്മൾ എക്സ് എടുത്തു ഈക്വൽ ടു എ. ഇവിടെ എ എടുത്തപ്പോൾ ഇവിടെ എ എടുത്തു. പിന്നെ ഇവിടെ 0 ഇൻറ്റു എ അല്ല വരിക. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് സെയിം തന്നെയാണ്. എഫ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കിട്ടിയത്? എ സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ എന്നാണ് കിട്ടിയത്. എ സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ എന്ന് കിട്ടി. അതിൻ്റെ ലിമിറ്റ് എന്താ? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ ഈ എക്ക് പകരം നമ്മൾ എ സൈ ഓഫ് എക്സ് എന്നില്ലേ, അപ്പോൾ ഈ എക്ക് പകരം എ സൈ ഓഫ് എക്സ് എടുത്തു. ഈ എക്ക് പകരം എ സൈ ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ സൈ ഓഫ് എക്സ് കിട്ടിയില്ലേ ഇവിടെ? അപ്പം നമ്മൾക്ക് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ സൈ ഓഫ് എക്സ് എന്ന് എടുക്കാം. ഇനി രണ്ട് സൈഡും എക്സ്പെക്റ്റേഷൻ എടുക്കുകയാണ്. ഇ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു സൈ ഓഫ് എക്സ്. ഈ കോൺസ്റ്റൻറ്റ് ഇയുടെ ഔട്ട് സൈഡ് വരും എ സൈ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സും എഫ് ഓഫ് എക്സ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഓരോ വാല്യൂസ് ഇവിടെയുള്ള വാല്യൂ ഇൻറ്റു ഇത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കണതാണ്. അപ്പോൾ ഇ ഓഫ് സൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈ ഓഫ് എക്സിൻ്റെ വാല്യൂവും അതിൻ്റെ പ്രോബിലിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൈ ഓഫ് എക്സിൻ്റെ വാല്യൂ 1ഉം 0 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം 0 ഇൻറ്റു 0ൻ്റെ പ്രോബിലിറ്റി പ്ലസ് 1 ഇൻറ്റു 1ൻ്റെ പ്രോബിലിറ്റി അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ 0 എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് ആണ്. ഇവിടെ സൈ ഓഫ് എക്സ് അല്ലേ? സൈ ഓഫ് എക്സ് 0 ഇൻറ്റു 0 വരും പ്ലസ് 1 ഇൻറ്റു സൈ ഓഫ് എക്സ് വരും. അപ്പോൾ മനസ്സിലായില്ല? എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു അത് എക്സിൻ്റെ പ്രോബിലിറ്റി ആദ്യത്തെ ഒരു വാല്യൂ, പിന്നെ അടുത്ത വാല്യൂ എക്സിൻ്റെ വാല്യൂ ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി. ഇവിടെ സൈ ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 0യും 0ൻ്റെ പ്രോബിലിറ്റി 1ഉം 1ൻ്റെ പ്രോബിലിറ്റി അങ്ങനെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഇവിടെ 0 ഇൻറ്റു വരും ഇത് ഫുൾ 0 ആയി പോവും. ബാക്കി ഏത് മാത്രമേ ഉള്ളൂ? എ ഇൻറ്റു പി ഓഫ് സൈ ഓഫ് എക്സ് 1 ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, എ ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ. ഈ സൈ ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സൈ ഓഫ് എക്സ് ഈക്വൽ ടു 1 വന്നത് എഫ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ വരുമ്പോഴാണ്. അപ്പോൾ എക്സ് വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയും ഇവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ ഉണ്ട്. സൈ ഓഫ് എക്സ് ഈക്വൽ ടു 1 വരുന്നത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. അപ്പോൾ സൈ ഓഫ് എക്സ് ഈക്വൽ ടു 1ന് വരെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കൊടുത്തു. അപ്പോൾ ഇ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ പി ഓഫ് ഇത് ഇങ്ങനെ കിട്ടി. ഇതാണ് മാർക്കോസ് ഇനീക്വാളിറ്റി. ഇതിങ്ങനെയുണ്ട് കേട്ടോ. ഒരു പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഓഫ് എക്സ് ലെസ് ദാൻ എ. അതൊരു ഇതാണ്. ഇനി ഷെബിക്കോസ് ഷേവ്സ് ഇനീക്വാളിറ്റിയാണ്. ലെറ്റ് എക്സ് ബി എ റിയൽ വാല്യൂഡ് റാൻഡം വേരിയബിൾ ഫിക്സ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ദെൻ പി ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഓഫ് എക്സ് ബൈ എപ്സിലോൺ സ്ക്വയർ. മാർക്കോസ് ഇനീക്വാളിറ്റി അനുസരിച്ചിട്ട് മാർക്കോസ് ഇനീക്വാളിറ്റി എന്തായിരുന്നു? ഇതല്ലേ? ഇതനുസരിച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. തിരിച്ചെഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഫിക്സ്ഡ് എ ഗ്രേറ്റർ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്നല്ലേ? അപ്പോൾ നമുക്ക് ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ സൈഡ് എടുക്കാം. ഈ സൈഡ് എടുത്ത് കഴിയുമ്പം പി ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ കിട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ കാണാം. സ്ക്വയർ കണ്ടുമ്പോൾ ഇത് തന്നെ കിട്ടി. ഇനി മാർക്കോസ് ഇനീക്വാളിറ്റി അനുസരിച്ച് ഏതെങ്കിലും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ എഴുതാം. ഇ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഈ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എഴുതാം. അപ്പോൾ ഇതിങ്ങനെ വരും. ഈ ഭാഗത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ എഴുതാം. ഇതിൻ്റെ ഉള്ളിലത്തെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇ ഓഫ് ഫുള്ള് ഈ ലെഫ്റ്റ് സൈഡിലെ സംഭവം എഴുതാം. ഇ ഓഫ് ഫുള്ള് ഇങ്ങനെ എഴുതി ഹോൾ സ്ക്വയർ
ഈ കോൺസ്റ്റൻറ്റ് താഴെ എഴുതാം, എക്സലോൺ സ്ക്വയർ. ഇപ്പോൾ പി വരുമ്പോൾ ഇവിടെ ലെസ് ദാൻ ആണേ, കണ്ടോ, പി വരുമ്പോൾ എന്താ എഴുതാം, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇതെഴുതി. ഇതെന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് വേരിയൻസിൻ്റെ ഡെഫിനേഷനാണ്, ഇത് വേരിയൻസിൻ്റെ ഡെഫിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല അനുസരിച്ച് ഇതിനെന്ത് എഴുതാം, സിഗ്മ സ്ക്വയർ ഓഫ് എക്സ് എന്ന് എഴുതാം ബൈ സിഗ്മ സ്ക്വയർ. ഇതാണ് കേട്ടോ ഷെബീസ് ഇനീക്വാളിറ്റി വെച്ച് എഴുതുന്നത്.